ദേ ഈ നെക്ലസ് നോക്കിക്കേ, എന്തൊരു പൊലിമയാണല്ലേ. സ്റ്റൈലിഷ് ലുക്ക് ആൻഡ് ഫീൽ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം ട്രിനിറ്റി ജുവലേഴ്സ്, തോപ്പുംപടി. ട്രിനിറ്റി, കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ജ്വല്ലറി. ഇടക്കൊച്ചി സെൻട്രൽ റെസിഡൻസ് അസോസിയേഷന്റെ 10ാമത് വാർഷിക പൊതുയോഗം കെ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ഇടക്കൊച്ചി സെൻട്രൽ റെസിഡൻസ് അസോസിയേഷന്റെ 10ാമത് വാർഷിക പൊതുയോഗം തൃപ്പൂണിത്തുറ MLA കെ ബാബു ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം. നിങ്ങളുടെ കൂട്ടായ്മയിലൂടെ മാത്രമേ ഇതുപോലുള്ള സംഘടന നന്നായി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ സ്വാഗത പ്രാസികൻ തന്നെ പറഞ്ഞു, 10-17 അസോസിയേഷൻ ഈ പ്രദേശത്ത് ഉണ്ടായെങ്കിലും അതിൽ പലതും ഇന്ന് പ്രവർത്തനരഹിതമായി. എന്തുകൊണ്ട് പ്രവർത്തനരഹിതമായി എന്ന് ചോദിച്ചാൽ ആളുകളുടെ സഹകരണം വേണ്ടത്ര ഭാരവാഹികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും ഇതിൽ അംഗങ്ങളായ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന സന്ദർഭത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള സംഘടനകൾ സജീവമായി മുന്നോട്ട് പോകാനും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അവർക്ക് സാധിക്കും. ഇവിടെ ഇന്നത്തെ സുദിനത്തിൽ ആദരിക്കുന്ന എല്ലാവരെയും അനുമോദിക്കുകയാണ്. പ്രസിഡന്റ് ജോൺ റിബലോ അധ്യക്ഷത വെച്ചു. ആ പരിപാടികളെല്ലാം നമ്മൾ ഓരോരുത്തരായി നടത്തണം എന്നാണ് എനിക്ക് ഈശ്വരത് നമ്മളോട് പറയുന്നത്. നമ്മൾ വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് ഈ ഈശ്വരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മുടെ ഈശ്വരത്തെ ആളുകൾക്കെല്ലാം അംഗങ്ങൾക്കും കുടുംബങ്ങൾക്കും എല്ലാം മാതൃകാപരമായ ഒരു രീതിയിൽ നമ്മൾ ഒരു വീടിൽ നമ്മൾ ഓണം പൂക്കൾ വിടണം. അതോടൊപ്പം തന്നെ നമ്മളത് വീക്ഷിക്കുന്നതിനായി നിരീക്ഷകരെയും നമ്മൾ. കൊച്ചി നഗരസഭാ കൗൺസിലർ ജീജ ടെൻസൻ, KJ ബേസിൽ, തമ്പി വേലിയത്ത, MP ജോസഫ്, ജോൺ ഹിൽബർട്ട്, MP മാനുവൽ, ഷിഫ്രി ആന്റണി, ജൂലിയറ്റ് ആന്റണി, ഗ്ലോറിയ ജോസഫ്, പാണി ടോൾസ്റ്റോയി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡിവിഷൻ കൗൺസിലർ എന്ന നിലയിൽ എന്നെ എപ്പോഴും പല കാര്യങ്ങളിലേക്ക് വിളിക്കുന്നതും ഒരു കാര്യം ആവശ്യപ്പെടുന്നത് കൂടാതെ എന്നോടൊപ്പം തന്നെ നിന്നുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്നതിൽ ശ്രദ്ധ നൽകുന്നവരാണ് ECR അംഗങ്ങൾ. കാരണം നമ്മുടെ ഡിവിഷനിൽ 2 തവണ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി, അതുപോലെ പച്ചക്കറി തോട്ടം, വാഴത്തോട്ടം ഉണ്ടാക്കി. നമ്മുടെ ഈ പാമ്പായ്മ ജംഗ്ഷനിൽ കാണുന്ന ആ ഒരു ഒഴിഞ്ഞ പറമ്പ് വളരെയധികം മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുകയായിരുന്നു. ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ എനിക്ക് നൽകാവുന്നതിൻ്റെ പരമാവധി കാര്യം ഞാൻ ചെയ്തു. അതോടൊപ്പം തന്നെ കൂടുതൽ തൊഴിലാളികളെ കൂടി വെച്ച് അവർക്ക് വേണ്ട വേതനവും ഭക്ഷണവും അവരോടൊപ്പം നിന്ന് ഈ അസോസിയേഷനിലെ ആളുകൾ, നമ്മുടെ സെക്രട്ടറിയെ അതിൽ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം കൂടി ചേർന്ന് നിന്നുകൊണ്ടാണ് അന്ന് അവിടുത്തെ വേസ്റ്റുകൾ മാറ്റുന്നതിനും. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ജോൺ റിബലോ, ജനറൽ സെക്രട്ടറി MP ജോസഫ്, ട്രഷറർ ജോൺ ഹിൽബർട്ട് എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടക്കൊച്ചി.